ഡിവൈഎഫ്ഐയുടെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നുച്ചയ്ക്കൊരു മാധ്യമങ്ങളെ കാണാനുള്ള ഒരു തീരുമാനമുണ്ടായിരുന്നു. അത്തരത്തിലൊരു തീരുമാനം എടുത്തത് കഴിഞ്ഞ ദിവസം ഓമല്ലൂർ ക്രൈസ്തവ വിശ്വാസികളുടെ ആരാധനാലയങ്ങളിലേക്ക് അതിക്രമിച്ച് കയറി അവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയും അടക്കം സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ ആക്രമിക്കുന്നത് ഈ കേരളമെമ്പാടും കണ്ടതാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയും അതിൻ്റെ നിയമങ്ങളും ഏതൊരു പൗരനും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അതിൻ്റെ പ്രചരണം നടത്തുവാനും ഏതൊരു ഇഷ്ടമുള്ള ദൈവത്തെ ആരാധിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ സംഘപരിവാർ നമ്മുടെ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലടക്കം ഈ പറയുന്ന ക്രിസ്ത്യൻ സമുദായത്തിനെതിരെയും ഈ പറയുന്ന ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കെതിരെയും നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണത്തിൻ്റെ ഒരു നേർക്കാഴ്ച തന്നെയാണ് നമുക്ക് ഓമല്ലൂരിൽ കാണാൻ വേണ്ടി കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം ചെന്നീർക്കരയിൽ ഉണ്ടായ ഒരു സംഭവത്തിൻ്റെ മറപറ്റി അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഓമല്ലൂരിലെ സ്ഥാപനത്തിലേക്ക് ഇരച്ചു കയറി ഓമല്ലൂർ പഞ്ചായത്ത് പ്രസിഡൻ്റെ നേതൃത്വത്തിൽ അവിടുത്തെ സ്ത്രീകളെ അടക്കം ആക്രമിക്കുന്നത് ഒരുപക്ഷേ നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും. കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൽ കാണാത്തൊരു പ്രവണത കഴിഞ്ഞ ഒരു മാസമായി കേരളത്തിൽ അധികാരത്തിലേറിയ വി ഡി സതീശൻ്റെ നേതൃത്വമുള്ള UDF സർക്കാരിൻ്റെയും പോലീസിൻ്റെയും ഒത്താശയോടെയാണ് RSS നടത്തുന്നത്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ രാജ്യത്ത് ഏതൊരു വ്യക്തിക്കും ഇഷ്ടമുള്ള ദൈവത്തെ ആരാധിക്കുകയും അവരുടെ വിശ്വാസത്തെയും സംരക്ഷിക്കുകയും ചെയ്യാം. അങ്ങനെ സംരക്ഷണം കൊടുക്കേണ്ടത് നമ്മുടെ സംസ്ഥാനത്തെ പോലീസാണ്. എന്നാൽ സംസ്ഥാനത്തെ പോലീസിന് അതിൽ വീഴ്ച പറ്റിയിരിക്കുകയാണ്. അങ്ങനെയുള്ള ഘട്ടത്തിൽ അങ്ങനെയുള്ള കേന്ദ്രങ്ങൾക്ക് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സംരക്ഷണം കൊടുക്കുവാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. 10 വർഷം മുന്നേ 2015 ഇതേ സംഭവം തന്നെയാണ് ആറ്റിങ്കൽ നടന്നത്. ആറ്റിങ്കൽ പെന്തക്കോസ്ത് സഭയുടെ ഒരു കേന്ദ്രത്തിലേക്ക് 40-ലധികം വരുന്ന ആളുകൾ ഇരച്ചു കയറി പാസ്റ്ററിനെയും അവിടെ ഇതുമായി ബന്ധപ്പെട്ടുള്ളവരെ ആക്രമിക്കുകയോ ചെയ്തത്. അന്നും ഈ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയായിരുന്നു. ഇന്നും കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയാണ്. എന്ത് കേസാണ് ഇതിനെതിരെ എടുത്തത്? ഏകദേശം എല്ലാവർക്കും നിയമം അറിയാവുന്നവരാണ്. ഇങ്ങനെയുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിയുടെ വിശ്വാസത്തെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളെ ആക്രമിക്കുകയായിട്ട് ബന്ധപ്പെട്ട് നോൺ ബെയിലബിൾ കേസ് എടുക്കേണ്ട സാഹചര്യത്തിൽ കേരളത്തിലെ പോലീസ് എടുത്തിരിക്കുന്നത് ഒരു ബെയിലബിൾ കേസാണ്. ഇന്നലെ തന്നെ 3 പേരെ പിടിക്കുകയും 3 പേർക്ക് ബെയിൽ കൊടുത്ത് വിടുന്ന അവസ്ഥയാണ്. അപ്പം അത്തരമൊരു സംഭവത്തിൽ കേരളത്തിലെ പോലീസ് എടുക്കേണ്ട തീരുമാനമെന്ന് പറയുന്നത് വിശ്വാസികളുടെ വിശ്വാസത്തെ സംരക്ഷിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനമാണ്. ആ പ്രവർത്തനം എടുക്കണമെങ്കിൽ ഈ സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും ഇതിൽ ഇടപെടണം. നമുക്കറിയാം, ഇതൊരു ഡീലാണ്. കഴിഞ്ഞ ഒരു മാസക്കാലമായി ഭരണത്തിൽ വന്ന വി ഡി സതീശൻ്റെ നേതൃത്വമുള്ള കോൺഗ്രസും RSS തമ്മിലുള്ള ഡീൽ. കാരണം എന്തും നമുക്ക് ചെയ്യാമെന്നതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഓമല്ലൂർ നടന്നത്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇത്തരം സംഭവങ്ങളെ കേരളത്തിലെ ജനങ്ങൾ, കേരളത്തിലെ മതവിശ്വാസികൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ RSS നടപ്പിലാക്കുന്നത് പോലെ തന്നെ നമ്മുടെ കേരളത്തിലും നടപ്പിലാക്കും. ആ തീരുമാനത്തെ ഏറ്റവും ശക്തമായി തന്നെ നേരിടാനാണ് ഡിവൈഎഫ്ഐയുടെ തീരുമാനവും. ഇപ്പോൾ ആരാധനയുടെ പേര് പറഞ്ഞുകൊണ്ട് അവിടെ നടക്കുന്നത് മറ്റുള്ള പ്രവർത്തനങ്ങൾ എന്നാണ് ഈ BJP അവിടുത്തെ പഞ്ചായത്ത് ആരോപിക്കുന്നത്. ഇപ്പോൾ ആരാധന പേര് പറഞ്ഞ് പല ആളുകൾ അവിടെ കൊണ്ടുവരുന്നു, എന്നിട്ട് ഈ പറയുന്ന രീതിയിൽ ക്രൂരമായ പീഡനത്തിന് വിധേയമാക്കുന്നു. അങ്ങനെ എന്തെങ്കിലും അന്വേഷണം ഡിവൈഎഫ്ഐ നടത്തിയിട്ടുണ്ട്. ചെന്നീർക്കര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് ഈ പറഞ്ഞ രീതിയിൽ 17 വയസ്സുള്ള ചെറുപ്പക്കാരനെ ക്രൂരമായി മർദ്ദിച്ചത്. ആദ്യം ഈ വിഷയത്തിൽ പ്രതികരിച്ചതും ഡിവൈഎഫ്ഐ തന്നെയാണ്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. ഇന്നും ഈ പത്രസമ്മേളനം നടക്കുന്ന വേളയിലും ചെന്നീർക്കര പഞ്ചായത്തിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് നടക്കുകയാണ്. കാരണം ഇതിൽ ആരോപണ വിധേയമായ പാസ്റ്ററിനെ ഒളിപ്പിച്ചതാരാണ്? ചെന്നീർക്കര പഞ്ചായത്ത് പ്രസിഡന്റാണ്. പാസ്റ്ററിനെ ആരും കാണാനില്ലെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ തിരക്കിയപ്പോൾ ചെന്നീർക്കര പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഓഫീസിനകത്താണ് പാസ്റ്റർ ഇരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐയുടെ നിലപാട്, അത്തരത്തിലൊരു കേന്ദ്രമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രവർത്തനം നടത്തുന്നുവെങ്കിൽ കുറ്റക്കാരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. 3 പേരെ അറസ്റ്റ് ചെയ്തു, ഇനിയും ആളുകളുണ്ടെങ്കിൽ കൊണ്ടുവരണം. പക്ഷേ അതിൻ്റെ പേരിൽ ചെന്നീർക്കരയിൽ നടന്നൊരു സംഭവത്തിൻ്റെ പേരിൽ ഓമല്ലൂരിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലേക്ക് അല്ലെങ്കിൽ ക്രിസ്തുമത വിശ്വാസികളുടെ വിശ്വാസത്തെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്കാണ് ഇന്നലെ സംഘപരിവാർ ഈ ആരാധനാലയം അവിടെ പ്രവർത്തിക്കുന്നത്. ഈ ആരാധനാലയത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ആരാധനയുടെ ഭാഗമായിട്ട് ആളുകളെ കൊണ്ടുവന്നുകൊണ്ട് അവരെ ഈ പീഡനത്തിന് വിധേയമാക്കുന്നു എന്നുള്ളതാണ് ഈ കുട്ടികളുടെ പരാതിയിൽ പറയുന്ന ഒന്നാമത്തെ കാര്യം. നിലവിൽ ഇത് അന്വേഷിക്കേണ്ട പോലീസാണ്. പോലീസ് അന്വേഷിക്കുന്ന ഒരു വിഷയത്തിൽ ഒരു കൂട്ടം ആളുകൾ
കയറി ചെന്ന് അതും ആരാധന നടക്കുന്നേ. ഇപ്പം പഞ്ചായത്ത് ഭരിക്കുന്നത് BJP ആണ്. BJP തീരുമാനിച്ച എന്താണ്, അത് അടച്ചുപൂട്ടാൻ വേണ്ടിയാണ്. എന്നാൽ നിയമപരമായിട്ടല്ലാതെ ഒരു കൂട്ടം ആളുകൾ തീരുമാനിക്കുക, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ ഇതൊന്നും വേണ്ട എന്ന് തീരുമാനിക്കുന്ന നിലപാടിനോട് നമുക്ക് ഒരിക്കലും യോജിച്ചു പോകാൻ കഴിയത്തില്ല. നിയമപരമായി എന്താണോ നടക്കുന്നത് അതിനെല്ലാം പൂർണ്ണ പിന്തുണ DYFI ഉണ്ടാവും. പഞ്ചായത്ത് പ്രസിഡന്റ് അധികാര സ്ഥാനത്തിരിക്കുന്നത് അവർക്ക് നടപടി സ്വീകരിക്കുകയല്ലേ വേണ്ടത്? ഇത്രയും ആക്ഷേപമുണ്ടെങ്കിൽ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഒരു വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ ഒരു കൂട്ടം വനിതകളെ ആക്രമിക്കുന്ന രീതിയാണ് ഓമലൂർ കാണാൻ വേണ്ടി സാധിച്ചത്. അത് RSSന്റെ അജണ്ടയാണ്, സംഘപരിവാറിൻ്റെ അജണ്ടയാണ്. അവർക്ക് ഭരണമുണ്ടായതുകൊണ്ട് അവരുടെ സംഘടനയുടെ അജണ്ട ഒരുപക്ഷെ ഈ പറയുന്ന തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായിട്ടാണ് മാറേണ്ടത്. അതിന് പകരം ഇതിൻ്റെ മറകിൽ ഈ പറയുന്ന അവരുടെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ വേണ്ടി കഴിയത്തില്ല. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ അകത്ത് പത്തനംതിട്ട സ്വാഭാവികമായും മതനിരപേക്ഷതയുടെ ഒരു കേന്ദ്രമാണ്. ഏതാണ്ട് 38% വരുന്ന ക്രിസ്തീയ വിശ്വാസികളുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ ജില്ല. ഈ ജില്ലയ്ക്കകത്ത് ഇതിനു മുമ്പും ഇപ്പോൾ പറന്തലുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് ഇത്തരത്തിൽ RSS ഇതുപോലൊരു പരീക്ഷണം നടത്തിയിട്ടുണ്ട്. മാരാമൺ കൺവെൻഷനുമായി ബന്ധപ്പെട്ട് വിവാദമാവുന്ന തരത്തിലേക്ക് RSS അത് തടയുന്ന നിലയിലേക്കൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുപോലെ നിരവധി പ്രശ്നങ്ങളാണ് ഇതിനു മുമ്പും RSSന്റെ നേതൃത്വത്തിൽ ഇവിടെ ക്രിസ്തീയ വിശ്വാസികളെ ആക്രമിക്കുന്ന തരത്തിലേക്ക് ഇതിന് മുമ്പുണ്ടായിട്ടുള്ളത്. ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിനകത്തേക്ക് ഓടിക്കയറി വിശ്വാസികളുടെ കയ്യിലിരിക്കുന്നു. ഇപ്പോൾ ക്രിസ്തീയ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതഗ്രന്ഥമാണ് ബൈബിൾ. ആ മതഗ്രന്ഥത്തെ പിടിച്ചു വാങ്ങുകയും എറിഞ്ഞു കളയുകയൊക്കെ ചെയ്യുന്ന പ്രവണത അത് ഈ കേരളത്തിൻ്റെ അകത്ത് മുഴുവൻ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന നിലയിലേക്കും കേരളത്തെ ഒരു കലാപഭൂമിയാക്കുന്നതിന് ഒക്കെ മാറ്റുന്നതിന് വേണ്ടുന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത് ഇവിടെ വന്ന ഗവൺമെൻറ്റിൻ്റെ എല്ലാ പിന്തുണയോടും കൂടിയാണ് ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട എടുത്ത കേസ് നിസ്സാരമായ ഒരു കേസെടുത്ത് 3 പേർ അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുന്നു. മതസ്പർദ്ധ ഉൾപ്പെടെ ഗൗരവകരമായ കുറ്റകൃത്യങ്ങളുള്ള ഒരു കുറ്റാരോപിതരായ ആളുകളെ പിടിച്ചിട്ട് നിസ്സാരമായ ബെയിലബിൾ ഒഫൻസിൻ്റെ അകത്ത് പറഞ്ഞു വിടുകയാണ് ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഗൂഢാലോചനകളെ പൊളിച്ചെഴുതേണ്ട ഉത്തരവാദിത്വം ഈ നാട്ടിലെ DYFIക്ക് ഉണ്ട് എന്നുള്ള ഉത്തരവാദിത്വ ബോധത്തിലാണ് ഇത്തരത്തിൽ ഞങ്ങൾ ഒരു ഘട്ടത്തിലും ഈ ചൂഷണം നടക്കുന്ന ഒരു സ്ഥാപനത്തെയും ഇനിയും ഏതെങ്കിലും സ്ഥാപനങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ അവയൊക്കെ പരിശോധിക്കപ്പെടണം, അന്വേഷണ വിധേയമാക്കപ്പെടണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷേ ജില്ലയിലെ പുതിയ DYFI നേതൃത്വം ഊർജ്ജമായിട്ട് പ്രവർത്തിക്കും. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്ന ആളുകളെ സംരക്ഷിക്കുന്നതിനോടൊപ്പം ഏതെങ്കിലും തരത്തിൽ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന, ഭരണഘടനയെ ഇല്ലാതാക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രവണതകൾ RSSന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ അതിനെ തീർച്ചയായിട്ടും പ്രതിരോധിക്കുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും തുടർ പ്രതിഷേധങ്ങളുണ്ടാവും. ഞങ്ങളുടെ ആവശ്യം ഇത്തരത്തിൽ നിയമവിരുദ്ധമായി ആളുകളെ തടഞ്ഞു വെക്കുകയും ക്രിസ്തീയ മതഗ്രന്ഥം എറിഞ്ഞു കളയുകയും ഒക്കെ ചെയ്ത് ഈ നാട്ടിലെ സമാധാന സാഹചര്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ച RSSന്റെ കുറ്റവാളികളായി മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്ത് അവർ അർഹിക്കുന്ന നോൺ ബെയിലബിൾ ഒഫൻസ് ഇട്ട് അവരെ ജയിലിൽ അടക്കണം എന്നുള്ളതാണ് DYFIയുടെ ആവശ്യം. ഈ പ്രാർത്ഥനാ കേന്ദ്രങ്ങളെല്ലാം സംരക്ഷണം നൽകുന്നതല്ലേ DYFI നേരത്തെ പറഞ്ഞത്, അത് തന്നെയാണോ? തീർച്ചയായിട്ടും RSSകാർ ഈ ജില്ലക്കകത്ത് ഇതിനു മുമ്പും പല ക്രിസ്തീയ കേന്ദ്രങ്ങളും ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ DYFI വലിയ പ്രതിരോധത്തിൻ്റെ കോട്ട തീർത്തിട്ടുണ്ട്. ഇവിടെയും അത്തരത്തിൽ ഇവിടെ മാത്രമല്ല ഇനിയും ജില്ലയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ആരാധനാലയങ്ങൾ, അതിപ്പോൾ ക്രിസ്തീയ വിശ്വാസം പ്രചരിപ്പിക്കുന്ന ആരാധനാലയങ്ങൾ മാത്രമല്ല, ഏതെങ്കിലും തരത്തിലുള്ള ആരാധനാലയങ്ങൾ RSSൻ്റെയോ ഏതെങ്കിലും വർഗീയ ശക്തികളുടെയോ ആഹ്വാനപ്രകാരം ആക്രമിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിനെയെല്ലാം പ്രതിരോധിക്കുക തന്നെ ചെയ്യുന്ന നിലപാടാണ് DYFI സ്വീകരിക്കുക.